الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ റമദാന്റെ 20ാമത്തെ ദിനത്തിലാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മൾ റമദാനിന്റെ 3ാമത്തെ പത്തിലേക്ക് പ്രവേശിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റമദാൻ മാസത്തിലെ നിർണായകമായ ദിനരാത്രങ്ങളാണ് 3ാമത്തെ 10 എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയെക്കുറിച്ച് വന്ന ഹദീസിൽ ഇദാ ദഖല അൽ അശ്റൽ അവാഖിർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ പ്രവേശിച്ച ശദ്ദ മിസ്റഹു, മുണ്ട് മുറുക്കിയുടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ 3ാമത്തെ 10ൽ പ്രവേശിച്ചാൽ മുണ്ട് മുറുക്കിയുടുക്കും. ആരാധനക്കായുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. വീട്ടുകാരെ ഇബാദത്ത് ചെയ്യാനായി വിളിച്ചുണർത്തും റസൂലുള്ളാഹി. രാത്രിയെ ആരാധനകളെ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട് രാത്രിയെ ജീവിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ 3ാമത്തെ 10ൽ ഇത്രയും പ്രാധാന്യം ഇസ്ലാമിൽ കൈവന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആ 3ാമത്തെ 10ലെ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ആദ്യമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പുണ്യമായ പവിത്രമായ 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ റമദാനിന്റെ 3ാമത്തെ 10
റസൂലുള്ളാഹ് ഒന്നുകൂടി വിശദീകരിച്ചു. ഒറ്റയായ ദിനങ്ങളിൽ, മൂന്നാമത്തെ 10 ഒറ്റയായ ദിനങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന്. പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ഖദർ എല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായി നാം പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നബിയെ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയതാണ് ആ ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ആ രാത്രിയിൽ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങി വരുന്നു. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, റബ്ബിന്റെ അനുമതി പ്രകാരം മുഴുവൻ കൽപ്പനകളുമായിട്ടാണ്, മുഴുവൻ കാര്യങ്ങളുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമും മലായികത്തുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, അത് പ്രഭാതം വരെ അനുഗ്രഹീതമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. അല്ലാഹു നാം ഏവരെയും ആ രാത്രിയുടെ പുണ്യം നേടുന്നതിലേക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 മാസം എന്ന് പറഞ്ഞാൽ 82 കൊല്ലമാണ്. ഒരു രാത്രി കിട്ടിയാൽ, ഒരു ലൈലത്തുൽ ഖദർ ഒരു വിശ്വാസിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 82 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചില സഹാബികൾ ആവലാതിപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലേ, നമ്മുടെ മുൻഗാമികൾ ആദ്യകാല മനുഷ്യര് 1000 കൊല്ലം വരെ ആയുസ്സുണ്ടായിരുന്നല്ലോ അവർക്ക്, നമുക്കോ 60-ന്റെയും 70-ന്റെയും ഇടയിലാണല്ലോ. അപ്പോൾ മുൻഗാമികൾക്ക് 1000 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടായല്ലോ. നമുക്കാണെങ്കിൽ കുറച്ചാണ് ആയുസ്സുള്ളത്, അതുകൊണ്ട് ആരാധനക്ക് സമയം കുറയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നില്ല, അവർക്ക് ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ആ ദിനത്തിൽ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ ചായരുത്, എല്ലാ ദിനങ്ങളിലും പ്രതീക്ഷിക്കുക. ഒറ്റയോ ഇരട്ടയോ എന്ന് നോക്കാതെ തന്നെ എല്ലാ ദിനങ്ങളിലും ലൈലത്തുൽ ഖദറിനെ റസൂലുള്ളാഹി പറഞ്ഞു. അല്ലാഹു എനിക്ക് ആ രാത്രി ഏതാണെന്ന് അറിയിച്ചു തന്നു. സന്തോഷത്തോടെ ഞാനത് നിങ്ങളെ അറിയിക്കാൻ വന്നതായിരുന്നു. ആ ലൈലത്തുൽ ഖദർ എന്താണ്, ഏത് രാത്രിയാണെന്ന് അല്ലാഹു എനിക്ക് അറിവ് നൽകി. ആ കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ, നിങ്ങൾക്ക് പുണ്യം നേടുന്ന അവസരങ്ങൾ ഉണ്ടായിത്തീരാൻ അത് വന്നതായിരുന്നു. അപ്പോഴാണ് നിങ്ങളിൽ 2 പേർ ശണ്ട കൂടുന്നതായി കണ്ടത്. ശണ്ട കൂടുന്നു. ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചു. അല്ലാഹു എന്നെ മറപ്പിച്ചു കളഞ്ഞു. ആ രാത്രി ഏതെന്ന് എന്നെ മറപ്പിച്ചത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ആ രാത്രി ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മറ്റു ദിനങ്ങളെ അവഗണിക്കുകയും ആ രാത്രിയെ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്കിപ്പോൾ എല്ലാ രാവിലും അത് പ്രതീക്ഷിക്കാമല്ലോ. എല്ലാ രാവിലും ഇബാദത്തുകളെ കൊണ്ട് രാത്രിയെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമല്ലോ. അപ്പോ ഇത്രയും പുണ്യമേറിയ രാവിനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. സാധാരണ സംഭവിക്കാറെന്താ, നമ്മുടെ ഈ കാലത്ത് സംഭവിക്കാറെന്താണ്, തിരക്ക് കൂടി വരും. ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടി വരും. പെരുന്നാളിന്റെ ഒരുക്കത്തിനുള്ള ഓട്ടപ്പാച്ചിലാവും. സാധാരണയുള്ള ഇബാദത്തുകളോ പ്രാർത്ഥനകളോ ഇല്ലാത്ത വണ്ണം തിരക്കിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്.
എല്ലാ വർഷവും ഈ ലൈലത്തുൽ ഖദർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു രാത്രി അത് ലൈലത്തുൽ ഖദറാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രത്യേകമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ വഅഫു അന്നീ. ഇങ്ങനെ പ്രാർത്ഥിക്കൂ ആയിഷ, നീ റബ്ബിനോട് മാപ്പിനെ ചോദിക്കൂ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, റബ്ബേ നീ തന്നെ മാപ്പാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, വഅഫു അന്നീ എന്റെ പാപങ്ങൾ പുറത്ത് എനിക്ക് മാപ്പ് നൽകണേ എന്ന് നീ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ചില പണ്ഡിതന്മാര് പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലായില്ലേ? അത് അന്ന് ഖുർആൻ ഇറങ്ങി മാത്രം ഒറ്റ ലൈലത്തുൽ ഖദർ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഈ യുക്തിവാദികൾ ഉണ്ട്. ഇപ്പോ ഇസ്ലാമിന്റെ പേരിൽ യുക്തിവാദം പറയുന്നത്. അങ്ങനാണെങ്കിൽ നിങ്ങൾ ഈ ഒറ്റയായ രാത്രി പ്രതീക്ഷിക്കാൻ റസൂൽ പറയുക, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ആയിഷ അത് കഴിഞ്ഞോ ഇല്ലല്ലോ എന്നല്ലേ റസൂൽ പറയേണ്ടത്. നീ ഇങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ എല്ലാ വർഷവും ആവർത്തിക്കുന്നതാണ് ആ പുണ്യരാവ്. നമ്മൾ അനേകം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടായാലില്ലെങ്കിലും നോക്കിലും വാക്കിലും എല്ലാത്തിലും നടത്തത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒക്കെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്, തെറ്റ് പറ്റാവുന്ന വിധത്തിലാണ്. ബുദ്ധിമാൻ പശ്ചാത്തപിച്ച് തെറ്റുകളിൽ നിന്ന് മോചനം നേടുക എന്നതാണ് ബുദ്ധിമാന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം ചെയ്യാത്ത മനുഷ്യനാണ്. ആലോചിക്കുന്നത് വലിയ പാപങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയില്ല. മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനാണെന്ന് തെളിയിക്കാനാണ്. മലക്കല്ല റസൂൽ, മനുഷ്യനാണ്. മനുഷ്യന് സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, അല്ലാഹു ഉടനെ തിരുത്തുകയും ചെയ്യും എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഇനി വരാനുള്ള തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് ഖുർആൻ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള മാസൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലഅസ്തഗ്ഫിറുല്ലാഹ് ഞാൻ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, വഅതൂബു ഇലൈഹി അല്ലാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു, ഫീൽ യൗം ഒരു ദിവസം അക്സറ മിൻ 70 മറ 70 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ. മറ്റൊരു ഹദീസ് ഇതേ വിഷയമുണ്ട്, 100ഓളം. രണ്ടും ശരിയാക്കാം, രണ്ട് ഹദീസും ശരിയാ, വൈരുദ്ധ്യമില്ല. 100ഓളം എന്നാണ് ഒരു ഹദീസ്. മറ്റൊരു ഹദീസ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് 70-ൽ കൂടുതൽ തവണ ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തെറ്റ് ചെയ്യാത്ത റസൂലുള്ളാഹ് നമ്മോട് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര ആവർത്തിച്ച് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കണം, മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു നമ്മുടെ മഹാപാപങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മഹാപാപങ്ങളെല്ലാം, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അപ്പോ പ്രാർത്ഥനയെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ആളുകൾ. ചില പ്രാർത്ഥനകളിൽ ആവശ്യങ്ങൾ ഉണ്ടാവില്ല, അതാണ് ദിക്റുകൾ എന്നറിയപ്പെടുക. അത് ആവശ്യത്തെക്കാൾ വലിയ മഹത്വമുള്ളതായിരിക്കും ആ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നാലിലും ഒരു ആവശ്യവും ഉന്നയിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഏകത്വവും പരിശുദ്ധിയും അല്ലാഹുവിന്റെ മഹാത്മ്യവും പ്രഖ്യാപിക്കലാണല്ലോ, അല്ലാഹുവിന് സ്തുതി അർപ്പിക്കലാണ്. ഒരു ആവശ്യം ചോദിക്കുന്നതിനേക്കാൾ ഉയരത്തിലാണ് ആ ദിക്റുകൾ. അതുപോലെ ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടാവും.
ആ സമയം ഞാൻ ചോദിച്ചത് എന്റെ പാപം പൊറുക്കണേ റബ്ബേ എന്നാണ്. ഞാൻ ചെറുതും വലുതുമായ, എനിക്കറിയുന്നതും അറിയാത്തതുമായ അനേകം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. എല്ലാ തരത്തിലുള്ള പാപങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും, വർത്തമാനത്തിലും പ്രവൃത്തിയിലും, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും ലൈംഗിക രംഗത്തും ഒക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അതെല്ലാം എനിക്ക് പുറത്തു മാപ്പാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കേണ്ടതില്ല. റസൂലുള്ളാഹി പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, പൊറുക്കല്ല ചോദിക്കുക, റബ്ബേ പൊറുക്കണേ എന്ന് പറയുന്നത് ആരെങ്കിലും പതിവാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദൈഖിൻ മഖറജ, എല്ലാ ഞെരുക്കത്തിൽ നിന്നും എല്ലാ ഇടുക്കത്തിൽ നിന്നും അല്ലാഹുവിന് തുറവി നൽകും. ചോദിക്കുന്നത് അതല്ല, പാപം പൊറുക്കണേന്നാണ്. എന്റെ പാപം പൊറുക്കണേ റബ്ബേ എന്ന് കണ്ണുനീരണിഞ്ഞുകൊണ്ട്, ആരും അറിയാതെ ആരും കേൾക്കാതെ റബ്ബും നമ്മളും മാത്രമാകുന്ന സന്ദർഭത്തിൽ, നാഥാ എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരണേ റബ്ബേ എന്ന് പറയുന്നതോടുകൂടി അവന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് അല്ലാഹു കുറവി നൽകും. വമിൻ കുല്ലി ഹമ്മിൻ ഫർജ, എല്ലാ മനക്ലേശത്തിൽ നിന്നും അവന് തുറവി നൽകും. വറസഖഹു മൻ ഹൈസു ലാ യസ്തഹി മിൻ ഹൈസു ലാ യസ്തഹി, അവൻ ഒട്ടും വിചാരിക്കാത്ത മാർഗത്തിലൂടെ റിസ്ക് നൽകും. റിസ്ക് അല്ലല്ലോ ചോദിച്ചത്, എന്റെ ഞെരുക്കം മാറ്റണേ എന്നല്ല ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇസ്തിഗ്ഫാർ ലസിമാക്കിയാൽ, അത് നിരന്തരമാക്കിയാൽ അവന്റെ ഞെരുക്കം അല്ലാഹു തീർത്തു കൊടുക്കും, മനക്ലേശത്തിൽ നിന്ന് മോചനം നൽകും. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ അവന് റിസ്ക് നൽകുകയും ചെയ്യും. അല്ലാഹു നമ്മുടെ പാപം പൊറുക്കുകയും ഞെരുക്കങ്ങളിൽ നിന്ന് മോചനം നൽകുകയും റിസ്കിനെ അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല നിലയിൽ നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവൻ ഏകനാണ്. അവനെ പോലെ ഒന്നുമില്ല, ആരുമില്ല, ഒരു ശക്തിയുമില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ റബ്ബിലേക്ക് തിരിയുക. സൃഷ്ടികളിലേക്ക് തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, ഒരാളോട് ഒരു സഹായം ചോദിച്ചു നോക്കിയാ, പോയി ഉദാരവാനാണെങ്കിൽ അയാൾ നൽകും സഹായം. പിറ്റേ ആഴ്ച അയാളെ സംഗതി കഴിഞ്ഞ ആഴ്ച തന്നു വന്നാലും ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ല, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖത്ത് സന്തോഷം നഷ്ടപ്പെടും. തരുന്ന ആളെ കാര്യം പറഞ്ഞു, കൊടുക്കാൻ തയ്യാറ് മനസ്സുള്ള ആളെ കാര്യമാണ് ഈ പറഞ്ഞത്. കൊടുക്കാത്താക്കിപ്പോ ആദ്യം പോയാലും രണ്ടാമത് പോയാലും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നൽകുന്ന ഉദാരതയുള്ള മനുഷ്യന്റെ അടുത്ത് എന്നാൽ ചെറുതെങ്കിലും പിന്നെയും തരും. പിന്നെ പോയൊക്കെ മൂന്നാമത്തെ ആഴ്ച സഹായിക്കുന്നുണ്ട്. അയാളെ മുഖഭാവം മാറും. നേരെ വിപരീതമാണ് അല്ലാഹു. ചോദിക്കുന്തോറും അടിമയോട് അല്ലാഹു ഇഷ്ടം കൂടുന്നു. എന്റെ അടിമ എന്നോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ആ അടിമയെ അല്ലാഹു സ്നേഹിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞു, പാപം ചെയ്ത മനുഷ്യൻ റബ്ബിനോട് പാപമോചനം തേടുമ്പോൾ റബ്ബ് ആ അടിമയോടുള്ള സമീപം എങ്ങനെയായിരിക്കുമെന്നതിന് ഒരു ഉദാഹരണ സഹിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക. അയാളുടെ ഭക്ഷണവും വെള്ളവും ആ ഒട്ടകപ്പുറത്ത് തന്നെയുണ്ട്. നാട്ടിട്ടൊക്കെ തുകൽ സഞ്ചിയിലൊക്കെ നാട്ടിട്ടൊക്കെ. യാത്രയെ മധ്യത്തിൽ ഒരു മരുപ്പച്ച കണ്ടപ്പോൾ കുറച്ചു സമയം വിശ്രമിക്കണമെന്ന് ആ മനുഷ്യൻ തോന്നി. കാരണം ഇനി എപ്പോഴാ ഒരു മരുപ്പച്ചാന്ന് അറിയാൻ പറ്റില്ല. തിളക്കുന്ന മണ്ണ് മാത്രമാണ്.
ഇവിടെ കുറച്ച് മരങ്ങളുണ്ട്, മരുപ്പച്ചുണ്ട്, അതിന്റെ കീഴിൽ കുറച്ച് വിശ്രമിക്കാം. ഒട്ടകത്തിന് പുല്ല് ഉള്ള എന്തെങ്കിലും പുല്ലോ പച്ചയിലോ ഉണ്ടെങ്കിൽ കടിച്ചു തിന്നുകയും ചെയ്യാം എന്ന നിലയിൽ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും ഒട്ടകത്തെ അവിടെ മേയാൻ വിടുകയും ചെയ്തു. ഒരു മരത്തിന്റെ തണലിൽ അദ്ദേഹം വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. കുറച്ചു മയങ്ങി ഉണർന്നു നോക്കുമ്പോൾ തന്റെ ഒട്ടകത്തെ കാണാനേയില്ല. ഒന്ന് ഇറങ്ങി അങ്ങോട്ടൊക്കെ നോക്കി, കാണാവുന്ന പരിധിയിലൊക്കെ നോക്കി, മറന്നില്ലല്ലോ. ഈ മരുപ്പച്ച മാത്രമല്ലേ ഉള്ളൂ, പുറത്തു മറന്നില്ല. മരുഭൂമിയാണ്, എവിടെ ഉണ്ടെങ്കിലും കാണാൻ പറ്റും. ഇല്ല, ഒട്ടകമില്ല. അദ്ദേഹത്തിന് ദാഹിച്ചാലുള്ള വെള്ളം ആ ഒട്ടകപ്പുറത്താണ്. വിശന്നാൽ കഴിക്കാനുള്ള ആഹാരവും ആ ഒട്ടകപ്പുറത്താണ്. ഈ മണൽക്കാട് മരുഭൂമി താണ്ടിക്കടക്കണമെങ്കിലും ഈ ഒട്ടകം അനിവാര്യമാണ്. ആ മനുഷ്യൻ നിരാശയിലേക്ക് പോവുകയാണ്. ഈ മരുപ്പച്ച കീഴെ വീട്ടുകാരോ നാട്ടുകാരോ അറിയാതെ ദാഹിച്ച് വിശന്ന് പിടഞ്ഞ് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് കരുതിയ ഘട്ടത്തിൽ തന്റെ ഒട്ടകം മടങ്ങി വരുമ്പോൾ എത്ര ആഹ്ലാദത്തോടു കൂടിയായിരിക്കും ആ ഒട്ടകത്തിന്റെ ഉടമ ചെന്ന് ആ ഒട്ടകത്തെ സ്വീകരിക്കുക. അതിനേക്കാൾ സന്തോഷത്തിലാണ് റബ്ബ്. പാപം ചെയ്ത മനുഷ്യൻ റബ്ബേ എന്റെ പാപം പൊറുക്കണേ എന്ന് റബ്ബിനോട് പാപമോചനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാൾ സന്തോഷത്തോടെയാണ് റബ്ബ് ആ അടിമയെ സ്വീകരിക്കുക. റസൂലുള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞു ആ ഹദീസിൽ. ഈ അടിമ സന്തോഷം കൊണ്ട്, ഒട്ടകത്തെ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് എന്തു പറഞ്ഞു? വിശുദ്ധത്തിൽ ഫറഹി, ആനന്ദത്തിന്റെ കടുപ്പം കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്. വ അന റബ്ബുക. മറന്നുപോയി, പറയേണ്ടത് മറന്നുപോയി. അല്ലാഹ് റബ്ബ് നമ്മ അടിമയല്ലേ. ആനന്ദത്തിന്റെ അത്രമാത്രം ആനന്ദമുണ്ടായി. അതിനേക്കാൾ ആനന്ദമാണ് അള്ളാഹുവിന്. അള്ളാഹുവിനൊന്നും മറിഞ്ഞുപോയില്ല എന്ന് മാത്രം. നമുക്കാണ് ആനന്ദത്തിന്റെ കടുപ്പം കൊണ്ട് മറിഞ്ഞു പോകുന്നത്. ആ യാത്രക്കാരൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അന്ത അബ്ദി, അല്ലാഹുവേ നീയാണ് എന്റെ അടിമ. വ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് ആനന്ദത്തിന്റെ കടുപ്പം കൊണ്ട് പറഞ്ഞത് മാറിപ്പോയി. അതിനേക്കാൾ ആനന്ദത്തിലായിരിക്കും റബ്ബ്. റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ സ്വീകരിക്കുക. ഇത്രയും കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടും മനുഷ്യന്മാർക്ക് എങ്ങനെ മറ്റുള്ള ശക്തികളോട് പ്രാർത്ഥിക്കാൻ തോന്നുക, തേടാൻ തോന്നുക, സഹായതായിട്ട് നടത്തുക? മനുഷ്യന്മാർ റബ്ബ് കാത്തിരിക്കുകയാണ്. ആ തേട്ടത്തെ പൊറുക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളെ സഹായിക്കാൻ റബ്ബ് കാത്തിരിക്കുകയാണ്. മറ്റേത് സൃഷ്ടികളോടുള്ള സഹായത്തേട്ടവും ശിർക്കാണ്, പൊറുക്കാത്ത പാപമാണ്. ഇവിടെ ബലമുണ്ടാവില്ലെന്ന് മാത്രമായിരുന്നെങ്കിൽ നിസ്സാരമാകുമായിരുന്നു. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരുടെ ജാറങ്ങളിൽ ചെന്നിട്ടോ ചെല്ലാഞ്ഞിട്ടോ ആളുകൾ വിളിച്ചു തേടുന്നു. ചിലരാവട്ടെ മലക്കിനോട് തേടുന്നു, ചിലരാവട്ടെ ജിന്നുകളോട് സഹായതായിട്ട് നടത്തുന്നു. എല്ലാം ശിർക്കാണ്. ശിർക്കില്ലാത്തതില്ലപ്പതില് എല്ലാം ശിർക്കാണ്. സൂര്യനോടോ ചന്ദ്രനോടോ നക്ഷത്രങ്ങളോടോ മരങ്ങളോടോ കല്ലുകളോടോ അതെല്ലാം നേർക്ക് നേരെ ശിർക്കാണ്. അല്ലാഹു പൊറുക്കാത്ത മഹാപാപം. ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് റിസ്ക് നൽകാമെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ രോഗം ഞാൻ ശിഫ നൽകാമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് സംഭവിച്ച ആപത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ കാത്തുകൊള്ളാമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകുമ്പോൾ ആ റബ്ബിലേക്ക് നമ്മൾ അടുക്കുക സഹോദരങ്ങളെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മളുടെ ഹലാലായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. റബ്ബിനോട് തേടുന്ന മനുഷ്യൻ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയോ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബിനോട് തേടാനൊരുങ്ങുന്ന, പ്രാർത്ഥിക്കാനൊരുങ്ങുന്ന, ഇബാദത്തിനൊരുങ്ങുന്ന ദാസന്മാർ പിശാച് പിന്തിരിപ്പിക്കും. ഇത്ര വയസ്സായി, ഇത്ര കാലം നീ നിസ്കാരവും നോമ്പും ദീനൊന്നില്ലാണ്ട് നടന്നു, ഇനി നിനക്ക് രക്ഷയില്ല, നീ നന്നാവൂല. നീ പിശാച പറഞ്ഞു കൊടുക്കണം. ഏതെങ്കിലും മനുഷ്യനാണ് അവനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമെങ്കിൽ അവൻ മനുഷ്യ പിശാചായിരിക്കുകയും ചെയ്യും. ഒരാള് നന്നാവാൻ തീരുമാനിച്ചു, ഈ റമദാനിലാണ് നന്നാവാൻ തീരുമാനിച്ചു, കള്ളു കുടിച്ച് നടത്തുന്ന ആളാണ്, അതൊക്കെ നിർത്തി പള്ളിയിൽ വരാൻ തുടങ്ങി. അപ്പോഴും അവനാ ഒരു പരിഹാസത്തിന്റെ നോട്ടം നോക്കും. വിവരമില്ലാത്ത നമ്മുടെ ആളുകൾ എത്ര സന്തോഷത്തോടെ അവൻ സ്വീകരിക്കും. അതുവരെ മോശമായി നടന്നവൻ അത് നിർത്തി നന്നാവുകയല്ലേ ചെയ്തത്, അവനെ ആനന്ദത്തോടെ സ്വീകരിക്കണ്ടേ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്, നീ രക്ഷയില്ലട്ടാ, നിനക്ക് രക്ഷയില്ല. ഇത്ര കൊല്ലം, 70 കൊല്ലം ഇത്ര നടന്നിട്ട് ഇനിയിപ്പൊ നീ നന്നായിട്ട് അല്ലാഹ് നിനക്ക് പുറത്തു തരും. പരിശുദ്ധ ഖുർആൻ നേരെ പറയുന്നത് കേൾക്കൂ സഹോദരങ്ങളെ. قل يا عبادي الذين أسرفوا لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. നബിയെ പറഞ്ഞു കൊടുക്കൂ, യാ ഇബാദി അല്ലദീന അസ്റഫു, അമിതമായി പാപം ചെയ്ത എന്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കൂ നബിയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, നിശ്ചയമായും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിയുമാകുന്നു. ചെളിയിൽ വീണ് കിടക്കുന്നവനെ ഉയർത്താനാണ്, അവിടുന്ന് പൊക്കിയെടുക്കാനാണ്, രക്ഷപ്പെടുത്താനാണ്. ശൈത്താൻ ചെയ്യുന്നതോ ഒന്നുകൂടി ചവിട്ടി ചെളിയിലേക്ക് ആഴ്ത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് അതിൽ നിന്ന്, ആ അപകടത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ച് റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യര് അവരെ അതിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്, തടയുകയാണ് ചെയ്യുന്നത്. അല്ലാഹ് പറഞ്ഞു നോക്കിയേ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്ന്, ഇത് സന്മാർഗം വന്നു കിട്ടിയിട്ടും ആ സന്മാർഗത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്നും മനുഷ്യരെ തടഞ്ഞിട്ടില്ല. റബ്ബിനോട് പാപമോചനം ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞില്ല. മുൻഗാമികൾക്കുണ്ടായ നടപടിക്രമം വരാൻ വേണ്ടിയല്ലാതെ മുൻഗാമികളായ അമ്പിയാക്കളുടെ ജനതയെ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമാവുകയും അല്ലാഹ് നശിപ്പിക്കുകയും ചെയ്തില്ലേ. ആ ശാപകോപങ്ങൾക്ക് വിധേയമാകാൻ വേണ്ടി, അള്ളാഹിന്റെ ശിക്ഷക്ക് വിധേയമാകാൻ വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് വന്നിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താതിരിക്കുന്നതും. അതുകൊണ്ട് ഇനി കരുതൽ പാലിക്കണം. ഇന്നോട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞു പോയില്ല, പെട്ടെന്ന് കഴിഞ്ഞില്ലേ. നോമ്പ് വരാൻ പോകുന്നല്ല പറഞ്ഞേ, പഠിത്തീസല്ല പറഞ്ഞത്. നമ്മള് നോമ്പ് വരാനായിട്ട് റമദാൻ അടുത്തു, 20 ദിവസം കൊണ്ട് കഴിഞ്ഞു പോയി. ഇനി ബാക്കിയുള്ള നമ്മുടെ സൂര്യ ചന്ദ്ര ഉദയാസ്തമന പ്രകാരം 9 നോമ്പ് കിട്ടാനേ സാധ്യതയുള്ളൂ. 29 നോമ്പേ കിട്ടാൻ സാധ്യത. 31-ാം തീയതി തിങ്കളാഴ്ച ചെറിയ പെരുന്നാളാവാനാണ് ഏറ്റവും വലിയ സാധ്യത. അതാണ്. അപ്പൊ 9 ദിവസവും പരമാവധി ഉപയോഗിക്കുക. കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞ ഒരു കാര്യവുമില്ല. പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക,
ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണത്തോടൊപ്പം ഖുർആന്റെ പഠനം നടത്തുക, പ്രാർത്ഥിക്കുക. എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അള്ളാഹു അതിനുള്ള മാനസികവും ശാരീരികവുമായ എല്ലാ ശക്തിയും കരുത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സഹോദരങ്ങളെ,